வந்து வந்து நிக்கிற என்ன சாஞ்சி சாஞ்சி நீ பார்த்து உன்னு சிக்க வைக்கிற கனாவென உழைக்கிறாய் இமை அணைக்கையில் நான் வினாவென வளைகிறேன் உனை நினைக்கையில் അമ്മ ടെൻഷൻ അടിക്കാൻ ഇപ്പൊ ഒന്നുമില്ല. അവളിപ്പോ ഓക്കെയാണ്. കറക്റ്റ് ടൈമിൽ നമ്മൾ അവിടെ എത്തിയോണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല. ഇന്നെന്തായാലും ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. നാളെ ഡിസ്ചാർജ് ആക്കും പോലും. കൊച്ചിനൊന്നും കാണണോടാ, ഞാനൊന്ന് അകത്തേക്ക് കേറിക്കോട്ടെ. അയ്യോ എന്റെ അമ്മ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നു? അവൾക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഇപ്പൊ അവള് ഐസിയുലല്ലേ, ഇപ്പൊ എന്തായാലും കേറി കാണാൻ പറ്റൂല. കുറച്ച് കഴിഞ്ഞാൽ അവിടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ, അപ്പൊ നമുക്ക് കാണാലോ. അമ്മ ഒന്ന് അവിടെ ഇരിക്കേ. ആന്റി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, അവൾക്കിപ്പോ ഒരു കുഴപ്പമില്ല ആന്റി. കുറച്ച് കഴിഞ്ഞാൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂലേ, അപ്പൊ നമുക്ക് കാണാം. ആന്റി ഇപ്പൊ ഇവിടെ ഇരിക്ക ആന്റി. എന്റെ ലക്ഷ്മി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? അവക്കൊന്നും ഇല്ലാന്നല്ലേ ഇവര് പറയുന്നത്. പിന്നെ നീ എന്തിങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ച് വീട്ടിൽ കൂട്ടുന്നേ? നീ ഒന്ന് ഇവിടെ വന്ന് ഇരുന്നേ. അങ്ങനെ അച്ചു ഹോസ്പിറ്റലാണെന്നുള്ള വിവരം അറിഞ്ഞ് നിവേദും അവൻ്റെ അച്ഛനും അതുപോലെ കാർത്തിക്കിൻ്റെയും വിശാലിൻ്റെയും അച്ഛനും അവിടെ ഓടിയെത്തി. പിന്നെ അവളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പിറ്റേന്ന് അവളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തി. അച്ചൂസിന്ന് ഡിസ്ചാർജ് ആവും എന്ന കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അച്ചൂസിൻ്റെ ഫ്രണ്ട്സും നന്ദൂസിൻ്റെ ഫ്രണ്ട്സും പിന്നെ അവരുടെ അമ്മമാരും അച്ഛന്മാരും അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, അച്ചൂസിൻ്റെ വരവും കാത്തു നിന്ന്. എന്റെ പൊന്നു മുത്തപ്പ, ഞാനിതെന്താ കാണുന്നേ? എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. എന്താ ഞാൻ രോഗിയോ? ഇങ്ങനെ എല്ലാരും വന്ന് ഇവിടെ നിൽക്കാന്? അതിന് നിന്നെ കാണാനാ നമ്മള് വന്നേന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞാ? ഒന്ന് പോടി, നിന്നെ കാണാനൊന്നല്ല നമ്മളിവിടെ വന്നേ. നമ്മളിവിടെ ഇങ്ങനെ വെറുതെ കൊറേ ആയില്ലേ ഇങ്ങോട്ടെല്ലാം വന്നിട്ട് അങ്ങനെ കയറിയതാ. അല്ലാണ്ട് ഇങ്ങക്ക് ആര് കാണുന്നു? രോഹിത്തേട്ടാ, ഒരുമാതിരി ചെറ്റ സ്വഭാവം കാണിക്കരുത് കേട്ടാ. എനിക്കറിയാം നിങ്ങളെല്ലാരും എന്നെ കാണാനാ വന്നേന്ന്. അത് നീ പറഞ്ഞ ശരിയാണ്, നിന്നെ കാണാൻ തന്നെയാണ് നമ്മൾ വന്നത്. പക്ഷേ അത് ഈ അച്ചൂനെയല്ല, ഞങ്ങളെ പണ്ടത്തെ തല്ലിപ്പുളി തകർപ്പൻ വായാടി താന്തോന്നി അച്ചൂനെയാ. ആ അച്ചൂനെ കാണാനാ. പക്ഷെ ആ അച്ചൂനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ പറഞ്ഞത് നിന്നെ കാണാനല്ല വന്നേന്ന്. ആ അച്ചൂനെ ഇപ്പം ഇവിടെ വന്ന് നിന്നാല് ഞാൻ പറയും നിന്നെ കാണാനാ വന്നേന്ന്. ആ അച്ഛൻ മരിച്ചിട്ട് വർഷം 4 ആയില്ലേ രോഹിത്തേട്ടാ? ഇനി എങ്ങനെ ആ അച്ഛനെ തിരിച്ചു കിട്ടും? പെണ്ണെ, വേണ്ട വേണ്ട വേണ്ടാന്ന് വെക്കുമ്പല്ലേ പിന്നെ വലിയ തലക്കറിയല്ലേ? ആ അച്ഛൻ ഏടി മരിച്ചിട്ടൊന്നുമില്ല. ആ അച്ഛൻ നീ തന്നെയാ, നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്തോ ഒന്ന് സംഭവിച്ചെന്ന് വെച്ച് അതും ഇങ്ങനെ ഓർത്ത് നിൽക്കുക. നീ ഇങ്ങനെ പാവാവുന്നതുകൊണ്ട് ആണ് ഇങ്ങനത്തെ ഒരു നിനക്ക് സംഭവിക്കുന്നത്. പണ്ടത്തെ അച്ഛനാണെങ്കിലേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യാന്ന് അറിയാലോ. വി നീഡ് യു ബാക്ക് നൗ. എടാ അച്ഛൂസേ, ഉപദേശിക്കുക എന്നൊന്നും വിചാരിക്കണ്ട. കാരണം എനിക്ക് ഉപദേശിക്കാൻ അറിയത്തില്ല. അത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനും നിന്നെപ്പോലെയല്ല, പണ്ടത്തെ നിന്നെപ്പോലെയുള്ള ഒരാൾ തന്നെയാണ്. എക്സാക്ട്ലി യു. നിവേദേട്ടനൊക്കെ എന്നും വിളിക്കുമ്പോൾ നിന്നെയും വിദ്യയെയും കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അന്നൊക്കെ എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് കുറച്ച് ക്യൂരിയോസിറ്റി ആയി.
എന്നെപ്പോലെ ഞാൻ മാത്രമല്ല വേറെ 2 പേരുണ്ടല്ലോ എന്നൊക്കെ. പിന്നീട് എപ്പോഴും നിന്നെക്കുറിച്ച് പറയുന്നതൊക്കെ നിർത്തി. ആ പണ്ടത്തെ അച്ചൂസിനെ കുറിച്ചുള്ള അച്ചൂസിൻ്റെ ഒരു കുസൃതി നിവേദനൻ്റെ അടുക്കെന്ന് ഞാൻ കേട്ടിട്ടില്ല. പിന്നീട് ഞാൻ അറിഞ്ഞു എന്താ കാര്യമെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്കതൊന്നും സംഭവിച്ചിട്ടില്ല, അത് നിനക്കും അറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ നിന്റെ മനസ്സിന് മാത്രം അത് മനസ്സിലാവുന്നില്ല. നീ അന്ന് ആരും പറയാണ്ട് പോയി, ഓക്കെ, അത് അവിടെ തീർന്നില്ലടാ. അന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ ഏട്ടന്മാർ വന്നില്ലേ? പിന്നെ എന്തിനാടാ അത് ഓർത്ത് നീ ഇങ്ങനെ ഗ്ലൂമിയായി നിൽക്കുന്നത്? യു ഷുഡ് കം ബാക്ക് ആസ് എ സേ. ഇന്നലെ നിനക്ക് പണി തന്നവർക്ക് തിരിച്ചൊരു പണി കൊടുക്കാണ്ടിരുന്നാലേ നീ അച്ചൂസാവൂല. ദേ നിന്നെ പോലത്തെ ഒരുത്തിയ ഞാനും, പിന്നെ ഈ വിദ്യയൊക്കെ. അപ്പൊ ഞമ്മളെ മാനം കടയിലടാ, തിരിച്ചു വാ. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം അച്ചൂസ് ഒരു തീരുമാനമെടുത്തു, തിരിച്ചു വരാമെന്നുള്ളത്. അപ്പൊ എങ്ങനെയാ മക്കളെ, തുടങ്ങല്ലേ? Yes, our old Achu is back, dude. Come on. So, മക്കളെ പോരട്ടെ. എന്തൊക്കെയാണ് ഇന്ന് മക്കൾ ക്ലാസ്സിൽ പോയി, കോളേജിൽ പോയി കണ്ടുപിടിച്ച കാര്യങ്ങൾ? കണ്ടുപിടിച്ച കാര്യങ്ങളോ? ഇവരെന്ത് കണ്ടുപിടിക്കാനാടാ? അതോ അക്ഷയേട്ടാ, എന്തായിരിക്കും ഒന്ന് ഗസ് ചെയ്തൊക്കെ. ഇതേ പിള്ളേരെ, തമാശ കളിക്കാണ്ട് നിങ്ങൾ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് പറഞ്ഞു തന്നട്ടെ. അയ്യോ, കൂടുതൽ തല പുകയ്ക്കണ്ട ഏട്ടന്മാരെ, അത് വേറൊന്നുമില്ല. വൃന്ദയെ ഒന്ന് നിരീക്ഷിക്കുക, അതിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ നോവിച്ചാൽ ഈ പിള്ളേർ വെറുതെ തോന്നുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ആ താന്തോന്നി ഗ്യാങ്ങല്ലേ നമ്മള്. വൃന്ദയെ നല്ലോണം പിള്ളേരെ നിരീക്ഷിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവള് ഹാപ്പിയാണോ, അല്ലെങ്കിൽ അത് ആരോടെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ആണ് ഞാൻ ഇവരോട് ചോദിച്ചത്, വേറൊന്നുമില്ല. അതിനെ കുറിച്ച് പറയാണ് മോളെ അച്ചൂസ്. പുള്ളിക്കാരി നല്ല ഹാപ്പിയാണ്. പിന്നെ പുള്ളിക്കാരുടെ ഹാപ്പിനെസ് ഒന്ന് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് എരിവും പുളിയൊക്കെ ചേർത്തൊക്കെ പറഞ്ഞു കൊടുത്തിന്. അതായത് നീ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, രക്ഷപ്പെടാൻ ചാൻസസ് വളരെ കുറവാണെന്ന്, അങ്ങനെ കുറച്ച് എരിവും പുളിയൊക്കെ ചേർത്തങ്ങ് കൊടുത്തിനായിരുന്നു. എൻ്റെ പൊന്നു, സത്യം പറയാലോ, അതൊക്കെ കേൾക്കുമ്പോൾ അവളിങ്ങനെ സന്തോഷം കൊണ്ട് പുളകം കൊള്ളുന്നത് കാണുന്നില്ലേ? അതൊക്കെ അവസാനത്തെ സന്തോഷമാണെന്ന് ഓർക്കുമ്പോൾ ഞമ്മക്കെല്ലാം മനസ്സിൻ്റെ അന്നൊരു ആഹ്ലാദ ചിരിയായിരുന്നു. പൊട്ടിക്കാൻ തോന്നിയായിരുന്നു അവൾ ആ സന്തോഷം കണ്ടപ്പോൾ. പക്ഷെ നാളെ നീ പൊട്ടിക്കല്ലോ എന്നോർക്കുമ്പോൾ ഒരു സമാധാനവും കിട്ടീനും. പിന്നെ അച്ചൂസേ, ഇവിടെ വേറെ ഹൈലൈറ്റും കൂടി ഉണ്ട്. ഇവളത് ചെയ്തത് ഒരാൾക്ക് വേണ്ടിയിട്ടാ. ആ ഒരാള് സുപ്രിയല്ലേ? സുപ്രിയക്ക് വേണ്ടിക്കോ? സുപ്രിയക്ക് വേണ്ടിക്ക് ഇവളെന്തിന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ പറയുന്നതെന്ന്. എൻ്റെ പൊന്നു കാർത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ പന്ന മോള് എന്തിനാണെന്ന്? അക്ഷയേട്ടന് വേണ്ടിയിട്ട്. ആ പന്ന മോളെ കണ്ണിലെ കരടാണല്ലോ ഞാനും ഇവളും ഒക്കെ. ഇവളെ ഒറ്റക്ക് കിട്ടിയപ്പോൾ അങ്ങ് മെയ്യാൻ കരുതിയതായിരിക്കും പൊന്നാര മോള്. അല്ലാണ്ട് ആ വൃന്ദക്ക് ഞങ്ങളെ മേലെ പേഴ്സണലി യാതൊരു വ്യക്തിവൈരാഗ്യവും ഇല്ല. അങ്ങനെയുള്ളപ്പം സുപ്രിയൻ്റെ മാലായ സുപ്രിയ എന്ത് പറയുന്നതും ചെയ്യുന്നവള് ഇവക്കിട്ട് ഇങ്ങനൊരു പണി കൊടുക്കണമെങ്കിൽ അത് സുപ്രിയ തന്നെയായിരിക്കും കാരണക്കാരി. ഇവളങ്ങില്ലാണ്ടായാലും പിന്നെ എന്നെ അങ്ങ് തട്ടിക്കളഞ്ഞാലും ആ പൊന്നാര മോള് വിചാരിച്ചിട്ടുണ്ടാവും ഈസി ആയിട്ട് അക്ഷയേട്ടനങ്ങ് സ്വന്തമാക്കാന്ന്. പൊന്ന മോളെ ഞാനെന്ന് ഇതിങ്ങനെ വിട്ടാൻ പറ്റൂല. എന്തായാലും ഇത് കേസാക്കണം. ക്രിമിനൽ മൈൻഡുള്ള റാസ്കൽ. ഇവിടൊക്കെ ഒരു പെണ്ണാണോ? കാർത്തി, ദേഷ്യം ഒന്ന് അടക്കടാ. എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്നത്? അവളെ പൂട്ടാനുള്ള എല്ലാ വകുപ്പും അത് ഈ ഞാൻ നോക്കിക്കോളൂ. അതിനു മുമ്പേ
ഈ പെൺപടക്ക് ഉണ്ടാവൂലേ അവക്കിട്ടൊന്ന് കൊടുക്കാന്, അതൊന്നും ആദ്യം തീർക്കട്ടെ. എന്നിട്ട് നാളെ സൗകര്യം പോലെ ഞാൻ അങ്ങോട്ട് ചെന്ന് ആ രണ്ടെണ്ണത്തിന് തൂക്കി ജീപ്പിൽ ഇട്ട് കൊണ്ടുപോയിക്കോളും. അഴിയെണ്ണന്റെ വകുപ്പ് ഞാൻ കൊടുത്തോളും. ഞങ്ങളെ വീട്ടിലെ കൊച്ചിനെ തൊട്ടിട്ട് അവ രണ്ടും സുഖമായിട്ട് നടക്കണ്ട. അങ്കിൾ, ഈ ഒരു കാര്യം മാത്രല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. അച്ചൂസൻ അവളെ ഉപദ്രവിച്ചത്, അതിലും കൂടി അവളെ പൂട്ടണം. പെണ്ണിന്റെ വില എന്തെന്നറിയാത്തവള് അങ്ങനെ സുഖമായിട്ട് നടക്കണ്ട. അന്ന് രാത്രി അച്ചൂസിന് സംഭവിച്ചത് അത് വെറൊരു ആക്സിഡന്റ് അല്ല, അത് മനഃപൂർവ്വം ഈ സുപ്രിയ കരുതിക്കുട്ടി ചെയ്തതാ. പൈസ കൊടുത്തത് അവന്മാർക്ക്. അത് അവൾ ആ വൃന്ദയോട് പറയുന്നത് നിങ്ങൾ കേട്ടതാ. തെളിവുമുണ്ട്. അവളെ വെറുതെ വിടാൻ പാടില്ല. ഇതും കൂടി കേട്ടതോടെ നമ്മളെ ആൺപടം മൊത്തം കലികേറി നിൽക്കുക. സുപ്രയെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേദന എന്തെന്ന് അറിയിച്ചു കൊണ്ട് ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള ദേഷ്യത്തിലായിരുന്നു ആൺപടം മൊത്തം. പിന്നെ അച്ഛന്മാരും അതുപോലെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ എന്നും ശാന്തിയും സമാധാനവും, വഴക്കിനൊന്നും പോണ്ട എന്ന് പറഞ്ഞു നിന്ന അമ്മമാർ പോലും ഇതറിഞ്ഞതിന് ശേഷം അവർക്കിട്ടൊന്ന് കൊടുക്കാനുള്ള ദേഷ്യത്തിലായിരുന്നു നിന്നത്. എടാ, വൃന്ദ ഇവിടെ ലോക്ക് ചെയ്യുന്നതിൻ്റെ CCTV വിഷ്വൽസ് കിട്ടിയോ? അതില്ലെങ്കിൽ അവർ നമ്മൾ പറയുന്ന കള്ളത്തരാന്ന് പറഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഒഴിവാകാമല്ലോ. അതോർത്ത് ചേച്ചി പേടിക്കണ്ട. പ്രിൻസിപ്പളിനോട് ചോദിച്ചാൽ എന്തായാലും കിട്ടില്ല എന്നറിയാം. കാരണം പ്രിൻസിപ്പളിൻ്റെ പെറ്റാണല്ലോ സുപ്രിയ. അതുകൊണ്ട് പോത്തൻ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോത്തൻ സാറ് CCTV വിഷ്വൽസ് നമുക്ക് എടുത്തന്നു. ആ തെളിവ് നമ്മളെ കയ്യിലുണ്ട്. അത് അങ്കിൾ, ആ വിഷ്വൽസ് ഞാനിപ്പോൾ തന്നെ അങ്കിളിനെ അയച്ചുതരാം. പിന്നെ മറ്റേ വിഷ്വൽസ് ചേച്ചിമാരെ കയ്യിലുണ്ടല്ലോ. ഇപ്പോൾ 2 വിഷ്വൽസും ഉള്ളത് കൊണ്ട് ഞങ്ങളെ പണി കഴിഞ്ഞാൽ അങ്കിളിൻ്റെ പണി അത് അങ്കിള് ഭദ്രമായി നല്ല ഭംഗിയായി വെടിപ്പായി ചെയ്തിരിക്കണം. കേട്ടല്ലോ? എന്റെ മോൻ ഇങ്ങനെ അങ്കിളിനെ സംശയിക്കല്ലേ. മക്കള് നാളെ ചെന്ന് മക്കൾക്ക് കൊടുക്കേണ്ട എല്ലാം കൊടുക്ക്. അത് കഴിഞ്ഞ് അങ്കിൾക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. 5 മിനിറ്റ് കൊണ്ട് അങ്കിൾ അവിടെ എത്തും. അത് കഴിഞ്ഞ് രണ്ടെണ്ണത്തിനും ആ കുട്ടികളെ ടീച്ചേഴ്സിന്റെ മുമ്പിലൂടെ തന്നെ കയ്യിൽ വിലങ്ങിട്ട് കൊണ്ടുപോകും. അത് അങ്കിൾ പറഞ്ഞ പോലെ ചെയ്തിരിക്കും. ഓക്കേടെ കുട്ടികളെ? അപ്പം മക്കളെ കാര്യങ്ങൾ ചെയ്യുന്ന ആളെ. അങ്ങനെ അവിടെ കളിയും ചിരിയും കുറേ വർത്തമാനവും ഒക്കെയായി സമയം പൊയ്ക്കൊണ്ട് നിന്നു. സമയം പോയതറിഞ്ഞില്ല. അമ്മയോടൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്ന് ഇവിടെ വരുന്ന കാര്യം. ഇന്നിപ്പോ വീട്ടിൽ കയറിയാ നല്ലോണം കേൾക്കാം. എടാ, എന്നാ നമ്മൾ ഇറങ്ങട്ടെ. അങ്കിൾസ് ആൻറ്റീസ്, അപ്പോൾ ഞങ്ങൾ പോവാണേ. ഏട്ടന്മാരെ നിങ്ങളുടെ കൂടി. ചേച്ചാ ബൈ ബൈ. ഇനിയിപ്പോൾ നാളെ കാണാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോകണോ മക്കളെ? എന്തായാലും ഇത്ര നേരം വൈകിയില്ലേ? ഞാൻ വേണേ അവരെ വിളിച്ച് പറയാം. ഇന്നിവിടെ നിന്നോ, എന്നിട്ട് നാളെ എല്ലാവർക്കും കൂടി ഇവിടുന്ന് പോവാമല്ലോ. അയ്യോ ആൻറ്റി, ഇന്ന് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ന് വീട്ടിൽ പോയിട്ട് അമ്മക്കും അച്ഛനും പുറത്തൊരിടത്ത് പോകാനുണ്ട്. അവരുടെ ഏതൊരു റിലേറ്റീവിൻ്റെ ഫങ്ഷൻ അങ്ങനെയുണ്ട്. അപ്പോൾ ചെന്നിട്ടില്ലെങ്കിൽ മാതാശ്രീ കലിതുള്ളും. ഉണ്ട്, ഇന്ന് ഞങ്ങൾക്ക് എന്തായാലും വീട്ടിൽ പോകണം. പിന്നെ ഒരു ദിവസം നമ്മളിവിടെ നിൽക്കാം. ഇപ്പോൾ പോട്ടെ. രോഹിതരം ഒന്ന് ഡ്രോപ്പ് ചെയ്ത് തരാം. ഓ ആണോ? എല്ലാ ശ്രവ്യമൊക്കും അനുക്കുട്ടിക്കും പോകുന്നുണ്ടോ ഇന്ന്? അല്ല ഇവിടെ നിൽക്കുന്നോ? ആൻറ്റി, ഞാൻ പോകുന്നുണ്ട്. ഇവിടെ ഇല്ലാലോ. പിന്നെ എല്ലാവരും ഉള്ളപ്പോൾ എല്ലാ രസം ഉണ്ടാവും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളില്ലെങ്കിൽ അത് എന്തൊരു പോലെ. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ പോലും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവരില്ലാണ്ട് ഞാൻ മാത്രം ഇവിടെ വന്നാലും അത് മാത്രം ഞാനും അമ്മയോടൊന്നും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്കറിയാലോ.
അമ്മയുടെ ഒച്ചൊക്കെ ഇരിക്കില്ലേ? ഞാൻ വേറൊരിക്കൽ അമ്മയും കൂട്ടിക്ക് വരാം. ഞാൻ ഇല്ലാണ്ട് അമ്മയുടെ ഒച്ചക്ക് നിൽക്കൂല. ഓ, അത് പറഞ്ഞ പോലെ ശരിയല്ലേ. ഞാൻ പത്മേൻ്റെ കാര്യം അങ്ങനെ തന്നെ വിട്ടുപോയി. എന്നാൽ മോള് പത്മയും കൂട്ടി ഒരിക്കലും വാ, എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ച് പൊളിച്ചിട്ടൊക്കെ നമുക്ക് പോവാം. ആൻറ്റിക്കുട്ടി ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ടാവും. ആൻറ്റിക്കുട്ടി അമ്മേനെ അച്ഛനെ വിളിച്ചു പറയണ്ട. ആകെ അമ്മമ്മയെ മാത്രം ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നാളെ പോത്തിനെ തല്ലുന്ന പോലെ തല്ലും. വയ്യ, ഈ അകത്തിട്ട് തല്ലുവാണെങ്കിൽ കുഴപ്പമില്ല, ഇത് പുറത്തിട്ട് മാത്രമേ തല്ലുവേ. അപ്പം അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെല്ലാം മുഖിച്ചിരിക്കുന്നു. നാണക്കേടാണ് 10 വയസ്സായിട്ടും ഉടുപ്പില്ലാണ്ട് അടി വാങ്ങിക്കുന്നത്. ഒന്ന് ആൻറ്റിക്കുട്ടി അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇന്നെന്തായാലും അവിടെ പോയിട്ട് കാര്യമില്ല, കാരണം കിട്ടുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഇത്രയും ലേറ്റ് ആയല്ലോ. ഉണ്ട് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഞാനിന്ന് ഇവിടെയാണ്. എനിക്ക് ഉറങ്ങാനൊരു കിടക്ക, ഒരു തലയാണ്, ഒരു ഫാന്, ഇത് മാത്രം മതി. പിന്നെ തിന്നാനും എന്തെങ്കിലുമൊക്കെ വല്ല സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. ലൈറ്റായിട്ട് ഒരു പൊറോട്ട, അൽഫാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ. വേറൊന്നും വേണ്ട, ഞാൻ ഇവിടെ നിന്നോളും. മോയി ഇങ്ങനെ നോക്കല്ലമ്മ, പറഞ്ഞത് വേണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അച്ചൂസ് അങ്ങനെ പറഞ്ഞതിന് ഒരു ചെറിയ കാരണമുണ്ടേ. ഇവള് നമ്മൾ അനൂട്ടി പറയുന്നത് കേട്ട് ആകെ കിളിപോയിരിക്കുന്ന അവസ്ഥയായിരുന്നു 3 അമ്മമാരും. അത് കണ്ടിട്ടാണ് അച്ചൂസ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ പാവം നമ്മൾ അനൂട്ടി ചെറുതായിട്ട് മാത്രം വിശപ്പിൻ്റെ അസുഖമുള്ള കുട്ടിയാണ്. ഈ രാവിലെയൊക്കെ ഒരു 5-10 മാക്സിമം ഒരു 20 ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ 20, ദോശയൊക്കെ ആണെങ്കിൽ 10 ദോശ അങ്ങനെയൊക്കെ കയറ്റുന്ന ഒരു ടൈപ്പ് സാധനമാണ്. അതാണ് പറഞ്ഞത്, ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് വിശപ്പിൻ്റെ അസുഖം ഉള്ള കുട്ടിയാണ് അനൂട്ടി. രോഹിത്ത് ആകെ അനൂട്ടീൻ്റെ കാര്യത്തിൽ കഷ്ടപ്പെടുന്നതും ഈ ഒരൊറ്റ ഇതിലാണ്. എന്ത് ചെയ്യാനാ? ലോൺ എടുത്തിട്ടാണ് അനൂട്ടീനെയും കൊണ്ട് രോഹിത്ത് ഡേറ്റിങ്ങിന് പോകുന്നത്. ഒന്ന് പോടിയാടുന്നു. ഇവളും എനിക്കെൻ്റെ മോളെ പോലെ തന്നെയാണ്. മോള് പറ, മോക്ക് എന്നാ ഇന്ന് രാത്രി വേണ്ടത്? ഇന്ന് മോക്ക് ഇഷ്ടമുള്ളതാ ഈ അമ്മമാരുണ്ടാക്കാൻ പോകുന്നത്. മോള് പറ. അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട ആൻറ്റി, ജസ്റ്റ് നാലുകിടെ നല്ല നീളത്തിൽ പൊരിച്ച അയില, മുളകിട്ടത്, കൊട്ടമ്പുളിയിട്ട് മുളകിട്ട അയില. പിന്നെ രോഹിതേട്ടാ, നിങ്ങളിവരെ കൊണ്ടാക്കിയിട്ട് വരുന്നേ കരിമീൻ വാങ്ങിക്കണേ. അപ്പം നല്ല കരിമീൻ ഇങ്ങനെ വാഴയിലിട്ട് പൊള്ളിച്ചത്. പിന്നെ കപ്പയും കൂടി വാങ്ങിച്ചോ. അതിന് വാങ്ങിക്കാൻ മറക്കരുതേ. കപ്പ പാൽ കപ്പ ആയിക്കോട്ടെ ആൻറ്റി. നല്ല പാൽ കപ്പയും കരിമീൻ പൊള്ളിച്ചതും അയില മുളകിട്ടതും ചിക്കൻ, ബീഫ്, മട്ടൻ അതൊന്നും വേണ്ട, എല്ലാം നമുക്ക് വേറെ ദിവസം. പിന്നെ വരുമ്പോൾ ചില്ലി ചിക്കൻ പൊറോട്ട കൂടി വാങ്ങിക്കണം. അത് നമ്മളെ എന്തും പോകുന്നത് ആ കടയിൽ തന്നെ ആയിക്കോട്ടെ. ആ കടയ്ക്ക് ചില്ലി ചിക്കൻ പൊറോട്ടയാണ് നല്ല ടേസ്റ്റ്. വാങ്ങിക്കുമ്പോൾ കുറച്ചൊന്നും വാങ്ങിച്ചു തരരുത്, എനിക്കെത്ര വേണമെന്ന് രോഹിതന് അറിയാലോ. അപ്പോൾ എൻ്റെത് സ്പെഷ്യലായി വാങ്ങിച്ചിട്ട് പിന്നെ ഇവർക്കുള്ളതും കൂടി. പിന്നെ പപ്സും പഴംപൊരിയും, ഇത് രണ്ടും മസ്റ്റ്. പിന്നെ രാഘവൻ്റെ കടയിൽ കോഴിക്കാലും ഇല്ലെങ്കിൽ പോയിട്ടപ്പോൾ നിങ്ങളെ കാര്യം തീർന്നു.
ഇനി എന്തെങ്കിലും അപ്പോൾ അമ്മമാരെ ഞാൻ പോയി മീനും കപ്പയൊക്കെ വാങ്ങിച്ചിട്ട് വരാം. നിങ്ങൾ ബാക്കി വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കും. ഇപ്പം എല്ലാം പറഞ്ഞ പോലെ മോക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടാ. എൻ്റെ ലക്ഷ്മി, നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ അവളോട് ഈ ഒരു ചോദ്യം ചോദിക്കേ? മര്യാദയ്ക്ക് കിടന്നുറങ്ങിയാൽ പോരായിരുന്നോ? ഇതിപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കണം? വായോ, കിച്ചണിൽ പോയി ഇപ്പോഴേ തുടങ്ങാം, എന്നാലേ രാത്രി അന്നേക്ക് റെഡിയാവും. അപ്പം അമ്മമാരെ, നിങ്ങളുടെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്ക്. ഞങ്ങൾ ഇവക്ക് റൂം കാണിച്ചെടുക്കട്ടെ. നമ്മൾ പിന്നെ റൂമിലുണ്ടാവും കേട്ടോ. ഫുഡ് റെഡി ആക്കി എനിക്ക് വിളിച്ചാൽ മതി. കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. ചേച്ചിക്കും ചെയ്യാനില്ലേ ചേച്ചി? ഉണ്ട്. അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് അസൈൻമെൻറ്റ് കൊടുത്തിനായിരുന്നു. നാളെ എന്തായാലും സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനും പോട്ടെ. എടാ പിള്ളേരെ, ഞാനും വരുന്നു. എനിക്ക് ഇവിടെ വന്നിട്ട് വല്ലാണ്ട് ഛർദ്ദിക്കാൻ വരുന്നു. ഒന്ന് റൂമിൽ പോയി റെസ്റ്റ് എടുക്കണം. അച്ചൂസേ, ഒന്ന് എനിക്ക് റൂം കാണിച്ചു തന്നാട്ടെ, ഞാനും വരുന്നു. പെൺപടകൾ മൊത്തം ഇനിയിപ്പം എടാ കൃഷ്ണ, വാസുവേട്ടാ, പമ്പർനോത്തിമാരെ നോട്ടം കണ്ട് പണി മൊത്തം നമുക്ക് തരാനുള്ള ഉദ്ദേശമാണോന്ന് എനിക്കൊരു തോന്നൽ. അത് നിന്റെ തോന്നലല്ല മഹി. അതെ, ഞാൻ റൂമിലുണ്ടാവും കേട്ടോ. എനിക്ക് നാളത്തെ FIR ഒന്ന് റെഡിയാക്കാനുണ്ട്. രണ്ടിനെയും അറസ്റ്റ് ചെയ്യണ്ടല്ലേ? അപ്പോൾ നാളെ അവിടെ ചെന്ന് FIR ഒന്നും റെഡിയാക്കാനില്ല. ഇപ്പോഴേ പോയി FIR ഒക്കെ റെഡിയാക്കാം. പിന്നെ എനിക്ക് കോൺസ്റ്റബിൾസിനൊക്കെ ഒന്ന് വിളിക്കാനൊക്കെ ഉണ്ട് ഈ ഒരു കാര്യം പറയാനേ. അപ്പോൾ ഞാൻ റൂമിലുണ്ടാവും കേട്ടോ. നിങ്ങൾ ഫുഡ് റെഡി ആയിട്ട് വിളിച്ചാൽ മതി, ഞാൻ വരാം. താണ്ടടാ അങ്ങേര് മുങ്ങി. പണി ഏതെന്ന് വാങ്ങിക്കണ്ടെങ്കിൽ നീയും മുങ്ങിക്കോ, ഞാൻ മുങ്ങാൻ പോന്ന. എനക്കും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഓഫീസ് മെയിലൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനും റൂമിലുണ്ടാവും. നിങ്ങളുടെ ഫുഡ് റെഡി ആയിട്ട് എന്നെ വിളിച്ചേക്ക്. ഇവനും മുങ്ങി പഠിച്ചോനെ. നീന, എനക്കും നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഞാനും പോവാണേ. ഫുഡ് റെഡി ആയിട്ട് എന്നെയും വിളിച്ചേക്ക്. ശരി എന്നാ. മുത്തപ്പാ, ആരുടെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്. പെമ്പർനോത്തിമാരുടെയും കള്ളം പറയാനും വേണം കഴിവ്. അത് രണ്ടും ഇത്ര പെട്ടെന്ന് കള്ളം പറഞ്ഞു മുങ്ങിയ നാക്കുളുക്കി. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പം തീരുവേനോ. ഇവരും മുങ്ങി. അപ്പം ഇനി ഒരൊറ്റ വഴിയുള്ളൂ. പിള്ളേരെ, നിങ്ങളെന്താ അവിടെ നോക്കി നിൽക്കുന്നേ? എന്താ എല്ലാ പണിയും ഞങ്ങൾ തന്നെ ചെയ്യണമെന്നുണ്ടോ? വന്ന് അടുക്കളയിൽ സഹായിക്കടാ. എല്ലാടെ കുന്തം വിഴിഞ്ഞ പോലെ നോക്കി നിൽക്കുക. അമ്മ, ഞങ്ങളോ? അതെന്നിട്ട് പിള്ളേരെ, നിങ്ങൾക്ക് അടുക്കളയിൽ കയറാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിയമമുണ്ടോ? വന്ന് അടുക്കളയിൽ സഹായിക്കടാ. അതെ അമ്മ, ഞങ്ങളിപ്പോൾ ഓർത്തെ ഞമ്മക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടേ. അപ്പോൾ ഞമ്മളതൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരു കൊടച്ചക്രം നോക്കാനില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഇതേ പിള്ളേരെ കള്ളം പറഞ്ഞും ഇവിടുന്ന് മുങ്ങാനും വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ എല്ലാത്തിൻ്റെയും മുട്ടുകാര്യം നമ്മൾ തച്ചൊടിക്കും. മര്യാദയ്ക്ക് അടുക്കളയെ വന്ന് സഹായിച്ചോണം. എൻ്റെ മുത്തപ്പ, ഇത് വല്ലാത്തൊരു പെടലാണല്ലോ പെട്ടെ. അങ്ങനെ നമ്മൾ മാത്രം അടുക്കളയിൽ വന്നാൽ ശരിയാവില്ല. റോഹിത്തും കൂടി വരട്ടെ, എന്നിട്ട് നമ്മുടെ അടുക്കളയിൽ വരാം. ഓൻ്റെ ഓക്ക് വേണ്ടിയിട്ടല്ലേ കിക്ക ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നത്. അതുകൊണ്ട് രോഹിത്ത് വരട്ടെ, എന്നിട്ട് നമ്മുടെ അടുക്കളയ്ക്ക് വരാം. ഇതേ 4 എണ്ണത്തിൻ്റെയോടും കൂടി പറയാം, മര്യാദയ്ക്ക് ഇപ്പം ഞങ്ങളെ കൂടെ അടുക്കളയ്ക്ക് കയറിക്കോണം. രോഹിത്ത് വന്നാൽ അവനും അടുക്കളയ്ക്ക് കയറും. ഇവിടുന്ന് മുങ്ങാനുള്ള ഒരു ഉദ്ദേശം ഒറ്റൊന്നിൻ്റെ മനസ്സിലും വേണ്ട, നടക്കത്തില്ല. ഇപ്പം തന്നെ അടുക്കളയിലേക്ക് ചെല്ലണം.
അയ്യോ പാവം ഞങ്ങൾ ആൺപടകൾ, അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. പെൺപടകളും അച്ഛന്മാരും അമ്മമാരെ ഉദ്ദേശം മനസ്സിലാക്കി നേരത്തെ രക്ഷപ്പെട്ടു. പക്ഷെ ആൺപടകൾക്ക് മാത്രം രക്ഷപ്പെടാൻ പറ്റിയില്ല. പാവങ്ങൾ അമ്മമാരെ ചീത്തയും വഴക്കും ഒക്കെ കേട്ട് അടുക്കളയിൽ നല്ല പട്ടിപ്പണിയെടുക്കുക. പിന്നെ മറ്റു പെമ്പിള്ളേരൊക്കെ ഇറക്കിയിട്ട് രോഹിത്തും എത്തി. അങ്ങനെ രോഹിത്തിന് കയറിയവിടെ തന്നെ 8ൻ്റെ പടി നമ്മളമ്മമാർ കൊടുത്തിന്. രോഹിത്തും പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ അന്നത്തെ ദിവസം നല്ല തകൃതിയായി കഴിഞ്ഞുപോയി. എടി അച്ചൂസ്, ഒന്നങ്ങോട്ട് നോക്കി. വൃന്ദയും സുപ്രിയുത വരുന്ന നൈസായിട്ട് അവരെ മുമ്പിൽ പോയി നിന്ന് കൊടുക്ക്. അവരുടെ ആ ചിരിച്ച മുഖമൊന്നും മാറുന്നത് ഞങ്ങളൊന്നും ഇവിടുന്ന് കാണട്ടെ. അതിനുശേഷം ഇത്രയും പേരെ മുമ്പെന്ന് നമുക്ക് ഓരോരുത്തർക്കായിട്ട് 2ൻ്റെ മുഖത്ത് ഒന്നാഞ്ഞടിക്കാം. എന്നിട്ട് 2നും നോക്കി നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ഒരു മ്യൂസിക് കോള് വലിയച്ഛന് വരുന്നു, കൊണ്ടുവന്നു. പൊളി, വാട്ടി നൈസ്. ആലോചിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ശരീരം ഒട്ടാക്കി കുള്ളിന് കയറുക. അതൊന്ന് കാണണമായിരുന്നു. നീ വേഗം ചെല്ല്. വിദ്യ പറയുന്ന കേട്ട് എല്ലാവർക്കും ഒരു ചെറിയ പുഞ്ചിരി നൽകിക്കൊണ്ട് അച്ചൂസ് നേരെ സുപ്രിയൻ്റെയും വൃന്ദേൻ്റെയും മുമ്പിലേക്ക് ചെന്നു. അച്ചൂസിനെ പെട്ടെന്ന് കണ്ട് ഒരു ടെൻഷനും ഞെട്ടലും എല്ലാം കൊണ്ടും 2 പേരും ആകെ അന്താളിച്ച് നിൽക്കുക. അതിനുശേഷം അച്ചൂസിൻ്റെ വക ഒരു മാസ് ഡയലോഗ് ഉണ്ടായിരുന്നു. എന്താണ് ചേച്ചിമാരെ ഇങ്ങനെ ഞെട്ടിയിരിക്കുന്നത്? ഓ, ഹോസ്പിറ്റലില് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇന്ന് ചാവും നാളെ ചാവും എന്ന് പറഞ്ഞിരിക്കുന്ന ആള് എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നു എന്നോർത്തിട്ടാണോ ഈ ഞെട്ടൽ? നമ്മളെ അച്ഛനെ കണ്ട ഞെട്ടലിൽ ഇപ്പോഴും ബോധം വരാണ്ട് നിൽക്കുകയാണ് സുപ്രിയയും വൃന്ദയും. അത് കണ്ട് ബാക്കി പടയും വൈക്കല ഓരോരുത്തരായി വന്ന് മാസ് ഡയലോഗ്സ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും സുപ്രിയൻ്റെയും വൃന്ദേൻ്റെയും ചെവിയിലേ കേൾക്കുന്നില്ല. അവരാകെ അച്ഛനെ കണ്ട് സ്തംഭിച്ച് നിൽക്കുക. പിന്നെ ഈ പെൺപടകളെ വക ഓരോ പടപടാന്നുള്ള നല്ല ചൂടടിയും 2ൻ്റെയും മുഖത്തേക്ക് വീഴുന്നുണ്ട്. അച്ചുവിൻ്റെ വക 6 അടി കിട്ടിയപ്പോഴാണ് അവർ ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. പിന്നെ ഓരോരുത്തരുടെ വക അടി. അത് കഴിഞ്ഞ് പിന്നെ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി വലിയച്ഛനെ വിളിച്ചു 2നെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി.